ഒരുപാട് എതിർപ്പുകളും ഒരുപാട് വിയോജിപ്പുകളും ഒരുപാട് സുപ്രഭാതത്തിന്റെ വളർച്ചയെ തടയിടാനുമൊക്കെയുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി നടന്നപ്പോഴും സുപ്രഭാതം എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മുഖപത്രമെന്ന നിലക്ക് അതിനെ ഏറ്റെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഇവിടുത്തെ അപാലവൃതം ജനങ്ങൾ നമ്മളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് സുപ്രഭാതത്തിന് കഴിഞ്ഞ വർഷത്തെ ക്യാമ്പയിനിൽ എതിർപ്പുകൾ ധാരാളം ഉണ്ടായിട്ടും മല പോലെയുള്ള എതിർപ്പുകൾ ഉണ്ടായി. അതിനെ മഞ്ഞ് പോലെയാക്കി ആ സുപ്രഭാതത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. പോരായ്മകളും കുറവുകളും ഒക്കെയുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കലോടുകൂടെ തന്നെ ആ കുറവുകളെയും പോരായ്മകളെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം, ഒരു പക്വമായ നേതൃത്വം ഈ മഹത്തായ സംഘത്തിനുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാലത്തും സുപ്രഭാതം വളർന്നത് മുതൽ അതിന് ശത്രുക്കളുണ്ട്, എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കൾ വീണ്ടും വീണ്ടും അതിനെ കൂടുതൽ വഷളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സതുദ്ദേശത്തോടുകൂടെ സുപ്രഭാതം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, സുപ്രഭാതത്തിന്റെ വളർച്ചയെ പ്രതീക്ഷിച്ചുകൊണ്ട്, സുപ്രഭാതം ഇവിടെ നിലനിൽക്കൽ സമുദായത്തിന്റെ സമൂഹത്തിന്റെ അവകാശത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി സുപ്രഭാതം നെഞ്ചേറ്റാൻ വരുന്ന ചില ആളുകൾ അതിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത് സാംഖ്യനീയവും സ്വാഗതാർഹവുമാണ്. പക്ഷേ സുപ്രഭാതം ജനിച്ചത് മുതൽ അതിനെ തരം താഴ്ത്താനും നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്നവരുടെ ചില ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്കാർക്കും മനസ്സില്ല എന്ന് നമ്മൾ കൃത്യമായി പറയുകയും, സുപ്രഭാതം എന്ന പത്രം മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശ പോരാട്ട വീതിയിൽ ഇന്നോളം അതിൻ്റെതായ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പത്രം എന്ന നിലയ്ക്ക് വന്നിട്ടുള്ള പോരായ്മകൾ തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകും. അങ്ങനെ തിരുത്തേണ്ട കാര്യങ്ങൾ സതുദ്ദേശത്തോടുകൂടെ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കുവാൻ നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ തയ്യാറാണ് എന്നതിൻ്റെ തെളിവാണ് പാലക്കാട്ടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിന് സപ്ലിമെന്റ് വന്നിട്ടുള്ള ആ ഒരു പരസ്യത്തിൽ വന്നിട്ടുള്ള ചില കണ്ടന്റുകളോട് നമ്മുടെ മഹാരഥന്മാരായ സമസ്തയുടെ അഭിവന്ദരായ നേതാക്കന്മാർ പറഞ്ഞു, അതിൽ സമസ്തക്ക് ബന്ധമില്ല, ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിരുത്തേണ്ട സംഗതിയാണെങ്കിൽ തിരുത്തുകയും ചേർക്കേണ്ടതാണെങ്കിൽ ചേർത്തുകൊണ്ടും അതിൻ്റെ പോളിസി അനുസരിച്ച് തന്നെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകും. അതിനെ വിജയിപ്പിക്കാൻ ഇന്നോളം മുന്നോട്ട് വന്നത് ഇവിടുത്തെ ബഹുമാന്യരായ ഉമറാക്കളുണ്ട്, മദ്രസ മുഅല്ലിമീങ്ങളുണ്ട്, സമസ്തയുടെ വിവിധങ്ങളായ ഘടകങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു